നമ്മൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായും നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് രക്ഷകർത്താക്കളും അധ്യാപകരുമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതല്ല, ഇത് ഒരു ഓവർ അസസ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്ന ഒരു ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മളെല്ലാവരും കണ്ടല്ലോ ഒരു വാർത്ത. പാലക്കാട്ട് ഒരു സ്കൂളിൽ ഒരു +1 വിദ്യാർത്ഥി അധ്യാപകർക്ക് നേരെ രോഷാകുലനാകുന്നു അല്ലേ? അപ്പോൾ എന്തൊരു കാലമാണല്ലേ ഈ ഒരു രീതിയിൽ ഇത് ഇങ്ങോട്ട് പോയാൽ ഈ ലോകം നമ്മൾ ഈ കേരളമൊക്കെ എവിടെ ചെന്ന് നിൽക്കും അല്ലേ? കാരണം ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ എല്ലാ കുട്ടികളും കാണുകയാണ് അല്ലേ? കാരണം ഞാനിത് ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം. കാരണം ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിനുവേണ്ടി നമുക്കൊരു ചാനൽ എല്ലാവരുടെയും സഹായം കൊണ്ട് ഉള്ളതുകൊണ്ട് അതിലൂടെ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ഞാൻ പ്രധാനമായിട്ട് പറയാൻ കാരണം ഞാനും ഒരു അധ്യാപകനാണ് കേട്ടോ, ട്യൂഷൻ അധ്യാപകനാണ്. 25 കൊല്ലമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഞാനിങ്ങനെ വീഡിയോ ഇട്ടതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്നറിയോ? ഒരു വളരെ വളരെ വിപുലമായ 25 വർഷം കൊണ്ട് വളരെ വിപുലമായ തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം എനിക്ക് കിട്ടി. കാരണം അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം എന്നെ ഞാനാക്കിയത് എൻ്റെ അടുത്ത് പഠിച്ച എൻ്റെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. കാരണം ഞാൻ ആദ്യം ഈ ട്യൂഷൻ തുടങ്ങുന്നത് ഇതൊരു പ്രൊഫഷനാക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനായി മാറുമെന്നോ 25 കൊല്ലത്തേക്ക് എനിക്കത് ചെയ്യാൻ പറ്റും അല്ലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിച്ചുകൊണ്ടല്ല ഞാനിത് തുടങ്ങിയത്. വണ്ടിക്കൂലി പഠിക്കാൻ മാർഗമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരാണ്. പഠിക്കാൻ മാർഗമില്ലായിരുന്നു. ഞാൻ രണ്ടാമത്തെ ആളാണ്. അപ്പം ചേട്ടൻ ഇങ്ങനെ ഓരോ ജോലിയൊക്കെ തേടി ഇങ്ങനെ ചേട്ടൻ പാവം കഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് പഠനത്തിൽ ശകലം ഒരു അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും. എന്നാലും നല്ല രീതിയിൽ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കടന്നു പോകുന്നൊരു കാലഘട്ടം. തുടർന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയച്ഛനും പറഞ്ഞു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പഠിപ്പിക്കാനുള്ള മാർഗമില്ല എന്നുള്ള ഒരു സാഹചര്യം അവരെന്നോട് പറയണ്ടായി. അങ്ങനെ വണ്ടിക്കൂലിക്ക് വേണ്ടിയും എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുമായിട്ടാണ് ഞാൻ ഈ ട്യൂഷൻ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. തൊട്ടടുത്തുള്ള വീട്ടിൽ സുബിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ, അവനിപ്പോൾ മിലിറ്ററി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, അവന് പിള്ളേരൊക്കെ ആയി, അവന് സുഖമായിട്ട് ജീവിക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു, മിലിറ്ററിയിലാണ്. അപ്പം അവനിൽ നിന്ന് ഞാൻ ആരംഭിച്ചത് ഒരു സംരംഭമാണിത്. കാരണം അന്ന് എനിക്ക് ആദ്യത്തെ മാസം 750 രൂപയോളം മാത്രമേ ഉള്ളായിരുന്നു എന്താ പറയുക വരുമാനം എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നും വരുമാനമൊന്നും ഇല്ലായിരുന്നു. അതിൽ തുടങ്ങിയതാണ് ഞാനിത്. പക്ഷേ എനിക്ക് എത്ര വർഷം തുടരുമെന്നൊന്നും എനിക്ക് പ്ലാനില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, 25 കൊല്ലത്തോളമായി. അന്ന് ഞാൻ ഈ ഒരു ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാരണം എന്നാ വെച്ചാൽ ആദ്യം പെട്ടുപോകുമായിരുന്നു കേട്ടോ. കാരണം സ്റ്റിക്ക് ഓൺ നല്ല ഒരു പെട്ടുപോകുമായിരുന്നു. കാരണം പെട്ടുപോകാമെന്ന് പറയാൻ കാര്യം അന്നത്തെ ആ ഒരു പ്രായത്തിൽ 16 വയസ്സ്, ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് 16 ആ ഒരു സമയത്ത് തുടങ്ങിയ ട്യൂഷനാണ്. അപ്പം എനിക്ക് കിട്ടിയ വിദ്യാർത്ഥി സമൂഹം ആദ്യ കാലഘട്ടത്തൊക്കെ SLC ഫെയിൽഡ് ആയവരെയും അങ്ങനെയുള്ളവരെയൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തൊരു മനസ്സായിരുന്നു കുഞ്ഞുങ്ങളുടെ. 2ഉം 3ഉം തവണ SSLC ഒക്കെ ഫെയിൽഡ് ആയ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ല നമ്മുടെ അന്നൊക്കെ ബാച്ചുണ്ടല്ലോ, 2000 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ SLC ബാച്ചൊക്കെ ഉള്ള സമയമാണ്. പഴയ സ്കീമിലുള്ള പിള്ളേരെ മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ, അതായത് ഇത് ഈ A ഗ്രേഡ് സിസ്റ്റത്തിലെ പുതിയ സിസ്റ്റത്തിലെ അല്ല, പഴയ കാലഘട്ടം മുതൽ നമ്മളൊക്കെ പഠിച്ച SSLC രീതിയിലൂടെ ആ ഒരു കാലഘട്ടത്തെ പിള്ളേരെ മുതൽ പഠിപ്പിച്ചു തുടങ്ങിയ ഒരു അധ്യാപകനായതുകൊണ്ടാണ് പറയുന്നത്. കാര്യം അന്ന് ഞാൻ പറഞ്ഞില്ല, 1, 2, 3 വർഷമൊക്കെ തോറ്റ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഉള്ളിൽ ഏതൊരു ഭാവമാണെന്ന് പറഞ്ഞാലും ഒരു അധ്യാപകൻ എന്നുള്ള ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു സ്നേഹം, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹവും അവരുടെ ആ ഒരു കരുതലും. എന്നെ സാറെന്നല്ല ഞാൻ വിളിപ്പിക്കുന്നത്, ഞാൻ ചേട്ടൻ എന്നാണ് വിളിപ്പിക്കുന്നത്. അനീഷേട്ടൻ എന്നാണ് എന്നെ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പം ചേട്ടൻ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഇന്നും എന്നെ അതിൽ പല കുട്ടികളും വിളിക്കും. അവരെന്നെ ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇതിലൊക്കെ ഞാൻ എന്താ പറയുക, ഒരു ഭാഗ്യം ചെയ്തൊരു അധ്യാപകനാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, ഇന്നത്തെ കാലഘട്ടത്തെ എനിക്ക് ഇപ്പോഴും വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ നമ്മൾ ആ കാലഘട്ടത്തുണ്ടായിരുന്ന കുട്ടികളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോഴുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു
എന്തൊക്കെയോ ഉണ്ട് അവരിൽ. കാരണം പണ്ടത്തെ കുഞ്ഞുങ്ങളെ പോലെ നമ്മളോട് ഒരു എന്താ പറയുക പൂർണ്ണമായ രീതിയിലുള്ള ഒരു അനുസരണ മനോഭാവം ഒന്നും ഇന്നത്തെ കുട്ടികൾക്കുണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ മോശക്കാരാണെന്നൊന്നുമല്ല കേട്ടോ, അവർക്ക് ഇല്ല. പക്ഷേ എന്നാലും ഒരു പരിധി വരെ എല്ലാ ആൾക്കാരും അനീഷേട്ടൻ എന്നുള്ള ആളെ പരിഗണിച്ച് പോകുന്നതുകൊണ്ടാണല്ലോ 25 കൊല്ലം എനിക്കിത് തുടരാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ പാവ അധ്യാപകൻ പല കാര്യങ്ങളും എനിക്ക് ആരുടെ ഭാഗത്താണ് എന്താണ് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു എന്താ പറയുക ഈ ഒരു രീതിയെ ഒരു പരിധി വരെ എല്ലാവരും അതിനൊരു കാരണക്കാരാണ്. അത് എന്നാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ കാരണക്കാരാണെന്ന് പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല പേരൻസും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ. ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ, എല്ലാം നമ്മളെ പോലൊന്നും അല്ലല്ലോ. ഈ ഒരു മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. കാര്യം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുമ്പോൾ നമ്മളാണ് അവർക്ക് ഭാവി എങ്ങനെ ആവണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കാരണം അവർക്ക് അറിവില്ല. അവർ വളർന്നു വരുന്ന കുട്ടികളാണ്. അവർ ഈ ലോകത്തെക്കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞ് അവരുടെ ഓരോരോ എന്താ പറയുക അഭിരുചികളും ഒക്കെ മനസ്സിലാക്കി വരുമ്പോൾ ഈ ലോകം എന്താണെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ. തീർച്ചയായും നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് രക്ഷകർത്താക്കളും അധ്യാപകരുമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതല്ല, ഇത് ഒരു ഓവർ അസസ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ അവരിങ്ങനെയൊക്കെയാണ്. കാരണം ഇത് തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു പ്രചോദനമാണ് ഇത്. അതായത് പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാനും അവർക്കൊരു പ്രചോദനം ചെയ്തു കൊടുക്കുകയല്ലേ ഇത്തരത്തിലുള്ള ഒരു മനോഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാം കേട്ടോ. എനിക്കറിയത്തില്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. കാരണം ഒരു അധ്യാപകൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഇങ്ങനെ പറയുന്നു, എൻ്റെ മൊബൈൽ തന്നില്ലെങ്കിൽ നിന്നെ വെളിയിലിറക്കുമ്പോൾ തീർക്കൂടാ എന്നൊക്കെ പറയുന്നത്, അത് വീഡിയോ എടുത്ത് ആ വീഡിയോ എന്ത് പറയുക നമ്മൾ സമൂഹത്തിലേക്ക് ഇത് ചെയ്യുക. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിക്ക് വലിയൊരു ഹട്ടല്ലേ ഉണ്ടാകുന്നത്. കാര്യം ആ വിദ്യാർത്ഥിക്കെതിരെ നമ്മൾ പോലീസിൽ പരാതി കൊടുത്താലും അല്ലെങ്കിൽ നമ്മൾ അത് തെറ്റാന്ന് വ്യാഖ്യാനിച്ചാലും വീണ്ടും അവനെ നമ്മളൊരു കുറ്റവാളിയാക്കി ചിത്രീകരിക്കുകയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവൻ ചെയ്യുന്നതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാനൊന്നും ഞാൻ ആളല്ല, ഞാനതിനെ ന്യായീകരിക്കുന്നുമില്ല, ശരിയല്ല അധ്യാപകർ. പക്ഷേ അവർ പറയുന്ന പല കാര്യങ്ങളെയും അത് ഒരു പരിധി വരെ മനസ്സിലാക്കി അവരെ ഒരു എന്താ പറയുക ഒരു കൃത്യമായ രീതിയിൽ വിലയിരുത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിനെ വേണ്ട രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഭാഗത്തും ഇല്ലേ, അതിൻ്റേതായ ചില പാകപ്പിഴകളില്ലേ എന്നുള്ള ഒരു ആശങ്കയും ഈ സമയത്ത് എനിക്കുണ്ട്. പിന്നെ അധ്യാപകർ പറഞ്ഞതാണ് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരരുത് അല്ലെങ്കിൽ ഉപയോഗിക്കരുതെന്ന് പറയുമ്പം അത് കൊണ്ടുവരുന്നത് വേറൊരു തെറ്റ്, അതൊരു ധിക്കാരപരമായ നടപടി തന്നെയാണ് അല്ലേ, ധിക്കാരപരമായ നടപടിയാണ്. പക്ഷേ ഈ വീഡിയോ നമ്മൾ പ്രചരിപ്പിക്കുമ്പോഴത്തേക്ക് അത് മാനസികമായിട്ട് വീണ്ടും അവന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവൻ വലിയൊരു കുറ്റക്കാരനായി മാറുകയല്ലേ എന്നുള്ള ഒരു ആശങ്ക ഇത് എനിക്ക് എൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അത് തോന്നുന്നുണ്ട്. കാരണം നമ്മളതൊരു ചിലപ്പം ഇനി ആരും ഇങ്ങനൊരു തെറ്റ് ചെയ്യരുത്, അല്ലെ ഇനി ആരും ഇനി ഇങ്ങനെ ഒരു ഇത് കാണിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിയായിരിക്കാം അത് ഒരു തലത്തിൽ. പക്ഷേ നമ്മൾ ഈ ന്യായസംഹിതയുടെ കാര്യം പറയുന്ന പോലെ 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന പോലെ ഒരു വിദ്യാർത്ഥിയെ അവനിലെ ധാരാളം പ്രശ്നങ്ങളല്ലേ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിലെ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് അതൊരു പരിധി വരെ നമ്മൾ പരിഹരിക്കപ്പെടുത്തി കൊണ്ടുപോകാൻ ഉള്ള ഒരു ശ്രമമല്ലേ നടത്തേണ്ടത്. അതുപോലെ തന്നെ ഈ പേരൻസിനാണ് ഇതിൻ്റെ അകത്ത് മേജർ റോള്. കാര്യം തൻ്റെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവന് വിഷമം ഉണ്ടാകാതിരിക്കാൻ എന്നെ പല പേരൻസും വിളിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ വിളിച്ചെന്ന് അവരോട് പറയരുത്, ഞാൻ വിളിച്ചെന്ന് അവരോട് പറഞ്ഞാൽ അവരിവിടെ വരുമ്പോൾ ബഹളം ഉണ്ടാക്കും, അവർ ഇങ്ങനെ. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നാളെ അതായത് ഞാനിപ്പോൾ എനിക്കൊരു മകളാണെങ്കിൽ ആ മകളെ ഞാൻ വളർത്തിയെടുക്കുമ്പോൾ നാളെ നമ്മുടെ മകൾ നല്ല രീതിയിൽ വളരുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ വേണ്ടേ നമുക്ക് ജീവിക്കാൻ. അല്ല നമുക്ക് ഇത് കാലഘട്ടത്തിൽ ഇവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ?
അപ്പോൾ അവരിലേക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളിലൂടെയും അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തെറ്റായ കാര്യങ്ങളെ തെറ്റാണെന്നും ശരിയായ കാര്യങ്ങളെ ശരിയാണെന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുകയൊക്കെ ചെയ്ത് കുട്ടികളെ വളർത്തേണ്ടേ അല്ലേ അങ്ങനെ ആയല്ലേ അതിൻ്റെ ഒരു രീതി. അല്ലെ ഈ ഒരു രീതി പോയാൽ നമ്മളുടെ സമൂഹം എന്താണ്? നമ്മളിപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, തെറ്റുകളെ ഭയങ്കരമായിട്ട് ഒരാൾ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ ഒരാൾ കാണിക്കുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ഉടനെ അതെടുത്ത് ഭയങ്കര അതിന് വൈറലാക്കുന്നു, അതെല്ലാവരോടും പറയുന്നു. നമുക്ക് ശരിയും വേണ്ടേ? നമുക്ക് ഈ ലോകത്ത് ശരിയും കാണണ്ടേ? അല്ലെ എല്ലാ മനുഷ്യർക്കും എല്ലാ വ്യക്തികൾക്കും ശരികളും ഈ കുട്ടികൾക്കാണെങ്കിൽ തന്നെയും കുട്ടികൾക്കാണെങ്കിലും അതിൻ്റെ ശരിയുടെ ഒരു ലോകം കൂടെ നമ്മൾ കാട്ടിക്കൊടുക്കണ്ടേ? നല്ലത് ചെയ്യുന്നതിനെ ഒന്ന് പ്രകീർത്തിപ്പിക്കുക, അല്ലെ നല്ലതിനെ അവരെ പ്രശംസിക്കുക, അവർക്ക് വേണ്ട അനുമോദനങ്ങൾ കൊടുക്കുക. അത് കൊടുക്കുന്ന വീഡിയോയും ഇതുപോലെ ഒന്ന് പ്രചരിപ്പിക്കണ്ടേ? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ നല്ല പ്രവൃത്തികളെ ഒന്ന് സമൂഹത്തിൽ കാണണ്ടേ? അത് കാണുമ്പോൾ മറ്റു കുട്ടികൾക്കൊരു പ്രചോദനം വരണ്ടേ? കാരണം ഞങ്ങൾക്കും ഇങ്ങനെ ആകണം, അല്ലേ, ഞങ്ങൾക്കും ഇങ്ങനെ ആയിത്തീരണം എന്നുള്ള ഒരു പ്രചോദനം അതുകൂടെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനൊരിക്കലും ഇവിടെ ഇന്നലെ ചെയ്ത ആ വിദ്യാർത്ഥി ചെയ്ത പ്രവൃത്തി നല്ലതാണെന്നോ അല്ലെ അധ്യാപകർ ചെയ്ത പ്രവൃത്തി നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും ഞാനിവിടെ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതിപാദനവും നടത്തുന്നില്ല. അപ്പം പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം, നമ്മുടെ അധ്യയന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഴയ കാലഘട്ടം മുതലുള്ള കുട്ടികളെ അല്ലെ പഴയ സ്കീമിലുള്ള കുട്ടികളെ മുതൽ പഠിപ്പിക്കാൻ വന്നപ്പോൾ അന്ന് എല്ലാ കുട്ടികളിലും ഒരു ഭയമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പഠിച്ചാൽ ഞാൻ തോക്കും, ഞാൻ ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് ഇനി എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ. അന്നത്തെ കാലഘട്ടത്തിൽ തോക്കുന്ന കുട്ടികൾക്കും അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു ഭയമുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, തോറ്റു കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ സമൂഹത്തിലൂടെ മുന്നോട്ട് പോകും. എന്നാൽ അത് കാരണം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ തോറ്റ കുട്ടികൾ പോലും ഇന്ന് ജീവിതത്തിൻ്റെ വലിയ 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 വിജയങ്ങളിലേക്ക് അവർ വന്നെത്തപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അവരിലേക്ക് ആ ഒരു അധ്യയന രീതി അവർക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഒരു സവിശേഷതയായിരിക്കാം ആ ഒരു പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. ഈ പാഠ്യപദ്ധതി മോശമാണെന്നല്ല, കാരണം ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നത് ധാരാളം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കും, അല്ലെ ഞാൻ മാർക്ക് മേടിക്കും എന്നുള്ള ഒരു പ്രവണത, അതെന്ന് പറഞ്ഞാൽ അവർ മാർക്ക് മേടിക്കുന്നു എന്ന മോശമായ കാര്യമാണെന്നല്ല പറയുന്നത്. കാരണം അറിയാലോ, 10ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ വളരെ കുറച്ച് മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ D+ ഗ്രേഡ് മേടിച്ച് അല്ല C ഗ്രേഡ് മേടിച്ച് എല്ലാവരും പാസ്സായി പോകുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഉന്നത പഠന നിലവാരങ്ങളിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം പരാജയപ്പെടുവാണ്. കാരണം എല്ലാവരും തോക്കിട്ട് IAS പോലുള്ള പല കോഴ്സുകളിലേക്കും പോവുകയാണ്. തോറ്റാലും ഉടൻ തന്നെ അവർ തോൽവി എന്ന് പറയുന്ന നാണക്കേടിനെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഈ +2 സേബാച്ചും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം തോൽവി എന്ന് പറയുന്നതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ അടുത്ത കോഴ്സുകൾക്ക് പോയി ചേരുവാണ്. കാര്യം എന്നാൽ ഒരു വർഷം ഇരുന്നിട്ട് ഇത് എഴുതിയെടുത്ത് എൻ്റെ ഭാവി സുരക്ഷിതമാക്കാം എന്നൊന്നുമല്ല. ഉടൻ തന്നെ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഇന്നത്തെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. തോറ്റോ ഉടനെ തന്നെ പോയി ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പോയി ചേർന്ന് IAS ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ എഴുതിയെടുത്ത് ഇങ്ങനെ ഉള്ളൊരു ലോകം എത്ര കാലത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലൊരു തലമുറ നമുക്കും വേണ്ടേ? നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടികളെ നമുക്ക് വേണ്ടേ? ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ഈ വർഷം ഗവൺമെൻറ് തന്നെ ഒത്തിരി നടപടിക്രമങ്ങൾ അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാരണം ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ വർഷത്തെ ക്വസ്റ്റ്യനെല്ലാം നിലവാരമുള്ള തലത്തിലേക്ക് ചെയ്യത്തുള്ളൂ. 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാത്ത കുട്ടികൾക്ക് പുനഃപരീക്ഷകൾ നടത്തി മാത്രമേ അവർക്ക് പ്രവേശനം നൽകുകയുള്ളൂ. വളരെ വലിയ നല്ല ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും വളരെ വിപുലമായ നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച്, എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ചോദ്യപേപ്പറുകളിലൊക്കെ അത്തരത്തിലുള്ള നല്ല നല്ല ചോദ്യങ്ങൾ പ്രതീക്ഷിക്കപ്പെടാം എന്നുള്ളതൊക്കെയാണ്. കാരണം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വന്നെത്തപ്പെടുമ്പോൾ നമ്മളുടെ കുട്ടികൾ വളരെ മിടുക്കന്മാരായി വലിയൊരു തലമുറ നമ്മുടെ മുന്നിലേക്ക് വരികയും നമ്മുടെ എല്ലാവരുടെയും ഭാവി വളരെ ശോഭനമായി മാറുകയും ചെയ്യും.
ചെയ്യത്തില്ലേ? അല്ലേ? ശരിയല്ലേ? കാരണം ഇന്നത്തെ ചോദ്യങ്ങൾ നിലവാരം ഇല്ല എന്നൊന്നും അല്ല ഞാനീ പറയുന്നത്. നിലവാരമില്ല, നിലവാരം മോശം, അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ വളരെ പെട്ടെന്ന് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പാസ്സാകും, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവും പറ്റത്തില്ല എന്നുള്ള നമ്മുടെ കുട്ടികളുടെ ഈ ഒരു മനോഭാവത്തിൽ നിന്ന് അവരെ നമ്മൾ മാറ്റിയെടുത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്. അതായത് എൻ്റെ കേട്ടറിവും എല്ലാം വെച്ച് പോലീസ് ട്രെയിനിങ് സമയത്തും മിലിറ്ററി ട്രെയിനിങ് സമയത്തും ഒക്കെ അവരെ വളരെയധികം ഭയങ്കര ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഉള്ളൂ അവർ നമ്മളുടെ ഈ രാജ്യത്തെ അല്ലെ നമ്മുടെ നാടിനെ കാക്കത്തുള്ളൂ എന്നുള്ളത് വെച്ചാണ് ഏതൊരു സിറ്റുവേഷനെയും വളരെ കൃത്യതയോടുകൂടി ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു ട്രെയിനിങ് സംവിധാനമാണ് പോലീസിലും അല്ലെ മിലിറ്ററിയിലും ഒക്കെ ഉള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാര്യം എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ മിലിറ്ററിക്ക് പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിതരായിട്ടാണ് വരുന്നത്. പിന്നീട് അത് കഴിയുമ്പോൾ അവർ നന്നായി വരുന്നത്. അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അത്ര കാഠിന്യമായിട്ടുള്ള ഒരു എന്താ പറയുക, അത്ര കാഠിന്യതയേറിയ ഒരു ട്രെയിനിങ് പീരീഡാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികളുടെ ട്രെയിനിങ് പീരീഡ് അല്ലേ അവരുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടം. ആ ട്രെയിനിങ് പീരീഡിൽ അത്രയൊന്നും ഹാർഡാക്കിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവർക്ക് നല്ലൊരു ട്രെയിനിങ്, നല്ലൊരു പരീക്ഷാ രീതി, നല്ലൊരു അവർക്ക് വേണ്ട ഒരു ഉപദേശങ്ങൾ നൽകുക, അവരെ കൃത്യമായ രീതിയിലേക്ക് നയിക്കുക. ഈ സമയത്തൊക്കെ അങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പോലീസ് സാർമാരെ പോലെ നല്ല ബുദ്ധിയുള്ളവരും കഴിവുറ്റവരുമായിട്ടുള്ള നല്ല കുട്ടികളെ നമ്മളുടെ രാജ്യം കാക്കാൻ, നമ്മുടെ ഭാവി, നമ്മുടെ പേരൻസിൻ്റെ ഭാവി, ഈ നാടിൻ്റെ പ്രശസ്തി, കീർത്തി, ഇതെല്ലാം ഉയർത്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു വലിയൊരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റത്തില്ലേ എന്ന് ഇത് കണ്ടപ്പോൾ എനിക്കൊരു വളരെ വിഷമം തോന്നി. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഇതിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതൊന്നും സ്ക്രിപ്റ്റായിട്ടൊന്നും എഴുതി തയ്യാറാക്കിയിട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് തരിക. ഈ വീഡിയോ വീണ്ടും എനിക്കിടാൻ നിങ്ങളെനിക്ക് പ്രചോദനം നൽകണം. വലിയ ഭയങ്കര ഇതായിട്ടുള്ള ഒരു അധ്യാപകനൊന്നും അല്ല ഞാൻ. ട്യൂഷൻ പഠിപ്പിച്ച് ജീവിതം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ട്യൂഷനാണ് എൻ്റെ ജീവിതോപാധി. അതുകൊണ്ട് എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും സഹകരണങ്ങളും കമൻറ്റുകളും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഈ യൂട്യൂബിന് ഞാൻ വളരെ വലിയൊരു നന്ദി പറയുക. കാരണം എൻ്റെ അഭിപ്രായം എന്ത് ചെയ്യും, ഇപ്പോൾ എനിക്ക് എൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ഈ ലോകത്തെ അറിയിക്കാൻ എനിക്ക് സാധിക്കുന്നത് അല്ലേ, ശരിയല്ലേ? ഇങ്ങനൊരു വളരെ വിപുലമായ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടല്ലേ, അതിന് യൂട്യൂബിനും നന്ദി ഞാൻ പറയുകയാണ്. കാരണം അതിനെനിക്ക് ഒരു ചാനൽ തുടങ്ങാൻ പ്രചോദനം നൽകിയ എല്ലാ നല്ലവരായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഏകദേശം 2.8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്കിപ്പം. ഒന്നുമല്ല എനിക്കറിയാം. അപ്പം എന്നാൽ പോലും എല്ലാവരുടെയും വിലയേറിയ സഹകരണവും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.